അപക്ഷയം അഥവാ വെതറിംഗ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഈ ക്ലാസ്സിൽ അപക്ഷയവും മനുഷ്യനും തമ്മിലുള്ള ബന്ധവും, മണ്ണ് എങ്ങനെ ജനിക്കുന്നു അല്ലെങ്കിൽ മണ്ണ് എങ്ങനെ രൂപപ്പെടുന്നു എന്നുള്ളതുമാണ് ചർച്ച ചെയ്യുന്നത്. ചുവടെ ചേർത്തിരിക്കുന്ന ചിത്രങ്ങൾ പരിശോധിക്കുക. മനുഷ്യൻ്റെ വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പാറകളുടെ അപക്ഷയത്തിന് കാരണമാകുന്നു എന്ന് മനസ്സിലാക്കാം. അതിൽ ഒരു ഉദാഹരണമാണ് പാറ പൊട്ടിക്കൽ. അപക്ഷയ പ്രവർത്തനങ്ങൾ മനുഷ്യനെ പലതരത്തിൽ സഹായിക്കാറുണ്ട്. ശിലകളിലെ ധാതുക്കൾ വേർതിരിക്കപ്പെടുന്നു, ഖനന പ്രവർത്തനങ്ങളെ സഹായിക്കുന്നു, അപക്ഷയം മണ്ണിൻ്റെ രൂപീകരണത്തിന് കാരണമാകുന്നു. ഈ 3 രീതിയിലാണ് അപക്ഷയം മനുഷ്യനെ സഹായിക്കുന്നത്. മണ്ണിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് പെഡോളജി. ഈ ശാസ്ത്രശാഖയുമായി ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞനെ പെഡോളജിസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. മണ്ണ് ജനിക്കുന്നത് എങ്ങനെ എന്ന് നോക്കാം. അപക്ഷയ പ്രക്രിയയിലൂടെ ശിലകൾ പൊടിഞ്ഞും ജൈവാവശിഷ്ടങ്ങൾ ജീർണിച്ചു ചേർന്നും അതിദീർഘകാലത്തെ പ്രക്രിയകൾ വഴിയാണ് ഇന്ന് കാണപ്പെടുന്ന മണ്ണുകൾ രൂപം കൊള്ളിച്ചുള്ളത്. 1 ഇഞ്ച് കനത്തിൽ മണ്ണ് രൂപപ്പെടാൻ 1000-ലധികം വർഷങ്ങൾ വേണ്ടിവരും. മണ്ണിൻ്റെ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന 5 ഘടകങ്ങളുണ്ട്. 1. ഭൂപ്രകൃതി, 2. മാതൃശില, 3. സമയം, 4. സസ്യങ്ങളും ജന്തുക്കളും, 5. കാലാവസ്ഥ. ഇവ ഓരോന്നും വെവ്വേറെ പരിശോധിക്കാം. 1. കാലാവസ്ഥ. തണുപ്പേറിയ സാഹചര്യങ്ങളിൽ മണ്ണിൻ്റെ രൂപീകരണത്തെ സാവധാനത്തിലാക്കാൻ കാലാവസ്ഥ കാരണമാകുന്നു. 2. ഭൂപ്രകൃതി. ചെങ്കുത്തായ ചരിവുകളിൽ മണ്ണിന് കനം കുറവായിരിക്കും. 3. സസ്യങ്ങളും ജന്തുക്കളും. സസ്യങ്ങളും ജന്തുക്കളും അഴുകുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന അമ്ലം ശിലകളുടെ അപക്ഷയത്തിന് കാരണമാകുന്നു. 4. മാതൃശില. മണ്ണിലെ ധാതുക്കളും മണ്ണിൻ്റെ ഘടനയും അവ ഏത് ശിലകളിൽ നിന്ന് രൂപം കൊള്ളുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. 5. സമയം. മണ്ണിൻ്റെ കനവും ഘടനയും അത് രൂപം കൊള്ളുവാനെടുക്കുന്ന സമയത്തെ ആശ്രയിച്ചിരിക്കും. In the previous class we discussed weathering and different types of weathering. In this class we are discussing about weathering and humans, soil and evolves. Let's start. Look at the picture. What are the human activity that leads to the weathering of rock? First one is quarrying. Weathering helps human in many ways, such as minerals in rocks get extracted. Second, helps in mining. Third, causes soil formation. Soil evolves. The soil we see today is formed by prolonged process like weathering of rocks and decomposition of organic matter. It is estimated that more than 1,000 years is required for a formation of an inch thick layer of soil. This is the factors influencing soil formation from the following diagram. First one is topography. Second, parent rock. Third, time. Fourth, animal and plants. Fifth, climate. First one is climate. Soil formation will be slow in cold environment. Second, topography. Soil will be thin along steep slopes. Third, plants and animal. The acid formed as the result of the decaying of plants and animals causes weathering of rocks. Fourth, parent rock. The minerals in the soil and the structure of the soil depend on the rock from which it is formed. Fifth one is time.
The thickness and structure of soil depend on the time taken from its formation.